ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം 9 സമൻസ് വേണ്ടാന്ന് വെച്ചത്. ഞാൻ സൗകര്യമില്ല വരാൻ, സൗകര്യമില്ല. ഇയാൾ ആരാണ്? ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹത്തിന് നിയമം ബാധകമല്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് നിയമം ബാധകമല്ല എന്നുണ്ടോ? അദ്ദേഹം സമൻസ് മേടിക്കണ്ടേ? ആ സമൻസ് മേടിക്കാതെ തള്ളി അവസാനത്തെ ഒരു സംഭവം അത് നിങ്ങൾ മനസ്സിലാക്കണം. കോടതിയിൽ ഏറ്റവും അവസാനത്തെ ഡൽഹി കോടതിയിൽ വെച്ച് കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, ജനം ചാനൽ അത് പറഞ്ഞോന്ന് എനിക്കറിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ച ഒരു വിഷയമുണ്ട്. ഡൽഹി കോടതി ഇഡിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ എവിഡൻസ് അഗൈൻസ്റ്റ് കെജ്രിവാൾ? അപ്പോൾ കെജ്രിവാളിനുള്ള എവിഡൻസ് ഒരു കക്ഷേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിൻ്റെ എവിഡൻസ്, സോളിസിറ്റർ ജനറൽ പറഞ്ഞു കെജ്രിവാളിൻ്റെ എവിഡൻസ് പേഴ്സണലായിട്ട് തരാം. കോടതിക്ക് കൊടുത്തു, കോടതി വായിച്ചു. ഉച്ച കഴിഞ്ഞ് കോടതി കയറിയപ്പോൾ കോടതി എന്താ പറഞ്ഞതെന്നറിയോ? വൈ യു ഹാവ് നോട്ട് അറസ്റ്റ് ദിസ് മാൻ ടിൽ ദ ഡേറ്റ്? നിങ്ങൾ ഇന്നുവരെ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല? എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങൾ ഇയാൾക്ക് പരിരക്ഷ കൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരിക്കുക, എന്താ വെച്ചാൽ ചെയ്തോ. അങ്ങനെയാണ് വൈകുന്നേരം അറസ്റ്റ് ചെയ്തത്. കോടതി പറഞ്ഞിട്ടാ, അല്ലാണ്ട് ഇയാളെ പേടിച്ചിട്ടൊന്നുമല്ല. ഇയാളെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആരും പേടിക്കണമെന്ന്? ഇയാൾ ജയിലിൽ കിടക്കേ, വെളിയിൽ വരിക, ആരെന്താ ചെയ്യുക? നരേന്ദ്രമോദിയെ ഇപ്പം അങ്ങോട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് പോയിട്ട് വാരണാസിയിൽ പോയി നിന്നില്ലേ? എന്തുണ്ടായി? എന്നിട്ട് എന്താ കെട്ടിവെച്ച പൈസ കിട്ടിയോ? അതൊന്നും BJPക്കോ നരേന്ദ്രമോദിക്കോ ഒരു വിഷയമല്ല. പക്ഷെ ഗുരുതരമായ വിഷയങ്ങൾ ഓരോന്ന് വെളിയിൽ വന്നിരിക്കുക. അതിലൊന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സോറാസിൻ്റെ മേടിച്ച $4 ലക്ഷം. രണ്ടാമത്തേതാണ് ഗുരുതരമായ ആരോപണവുമായിട്ട് ഇപ്പോൾ വന്നത്. ആ ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞാൽ ദേവന്ദർ ഫൽ സിംഗിനെ, ആ ബുള്ളറിനെ വിടാം, 5 ദിവസത്തിനുള്ളിൽ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് 133.54 കോടി രൂപ കരസ്ഥമാക്കി, അതായത് $16 മില്യൺ കരസ്ഥമാക്കി ഇദ്ദേഹം. നിഷേധിക്കട്ടെ, ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കട്ടെ. ഇതൊന്നും BJPക്കാർ കൊണ്ടുവന്നതല്ല. ന്യൂയോർക്കിലെ ഗുരുദ്വാരയിൽ ഇദ്ദേഹം സന്ദർശിച്ചു എന്നും ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 5 ദിവസത്തിനുള്ളിൽ ഈ മനുഷ്യനെ, ഈ ബുള്ളർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭീകരവാദിയാണ്. ആ ഭീകരവാദിയെ, ഖാലിസ്ഥാൻ ഭീകരവാദിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പഞ്ചാബിൽ ഇവരിപ്പോൾ ഖാലിസ്ഥാൻ വാദികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചാബിൽ ഇപ്പോൾ ആപ്പ് വരാനുള്ള കാരണം തന്നെ അമരേന്ദ്ര മറ്റേ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി, പഞ്ചാബ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഖാലിസ്ഥാൻ വാദികളുമായിട്ടുള്ള കെജ്രിവാളിൻ്റെ ഈ ഐക്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ വളരെ ഗൗരവമായ വിഷയമാണ് രാജ്യമെന്നത്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാടിനെ തകടം മറിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേറൊരു സാധനം. ഇപ്പം എന്താ പുൽവാമ, ഇപ്പം ഇദ്ദേഹം ആപ്പിൻ്റെ സുഹൃത്ത് പറഞ്ഞില്ലേ, പുൽവാമ ആക്രമണം ഉണ്ടായി. ആ പുൽവാമ ആക്രമണം BJPക്കാർ ഉണ്ടാക്കിയതാണെന്ന്. എൻ്റെ പൊന്നു ചങ്ങാതി, BJPക്കാർ ഉണ്ടാക്കിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ നിങ്ങൾ സൂം ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ പാർലമെൻറ്റിലെ പ്രസംഗം. ആരാ പാർലമെൻറ്റിലെ പ്രസംഗം? നിങ്ങൾ സൂം ചെയ്തോ? ചങ്ങാതി ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ പാർലമെൻറ്റിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, പാർലമെൻറ്റിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? പുൽവാമ അറ്റാക്ക് ചെയ്തത് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഭീകരവാദികൾക്ക് ഇനിയും എന്തു വേണമെങ്കിൽ ചെയ്യും. മന്ത്രിയാണ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ വളരെ കൃത്യമായി പാർലമെൻറ്റിൽ പറഞ്ഞത്, പാകിസ്ഥാൻ അംഗീകരിച്ചത്. അതാണ് ഇപ്പോൾ ആപ്പും കൂട്ടരും പറയുന്നത് അതിവിടെ ഉണ്ടായതാണെന്ന്. അതെങ്ങനെയാ? പട്ടാളത്തിനോട് ലോകത്താരും, നമ്മുടെ ഇന്ത്യയിൽ ഇന്നു വരെയുള്ള ചരിത്രത്തിൽ ആരും പട്ടാളത്തോട് തെളിവ് ചോദിച്ചിട്ടില്ല. പട്ടാളത്തിനോട് തെളിവ് ചോദിക്കുന്ന ഒരു സ്വഭാവം, പട്ടാളത്തിനോട് പോലും തെളിവ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെ തകർക്കാൻ, ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാൻ, ഇന്ത്യയുടെ വിശ്വാസ്യതയെ തകർക്കാൻ, പട്ടാളത്തിൻ്റെ ആത്മവിശ്വാസത്തെ ചോർത്താൻ, ഈ രാജ്യത്തെ തകർക്കാനുള്ള അരാജകത്വവാദവുമായിട്ടാണ് ഈ കെജ്രിവാൾ നടക്കുന്നത്, കെജ്രിവാളിൻ്റെ പാർട്ടി നടക്കുന്നത്. നിങ്ങൾ ചൂല് ആണല്ലോ നിങ്ങളുടെ അടയാളം. താമസിയാതെ ആ ചൂല് കൊണ്ട് ആ ഡൽഹിയിലെ ആളുകൾ കെജ്രിവാളിൻ്റെ പേരിൽ നടക്കുന്നവന്മാരെ മോന്തക്കടിക്കുന്ന കാലം അതിവിദൂരമല്ല. കാരണം ഏത് സംഘടനയായാലും ഒരു സത്യസന്ധതയൊക്കെ വേണം, വല്ലാത്ത കാപട്യം കാണിക്കരുത്. അതുകൊണ്ട് അതിഭീകരമാണ് കെജ്രിവാളിൻ്റെ ഏർപ്പാട്. ഈ എന്താ പറയുക, ദാവിദാണ്, കുഞ്ഞാണ്, രാക്ഷസനെതിരായ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ഉള്ളിലിപ്പോൾ മഹാപശക. കുറച്ച് രാക്ഷസനായാലും കുഴപ്പമില്ല, നാടിനോടുള്ള ഒരു താതാത്മ്യം വേണം. ത്രിവർണ്ണ പതാക പാറിച്ചതുകൊണ്ട് കാര്യമില്ല.
രാജ്യത്തോടുള്ള കൂറ് വേണം. തീർച്ചയായും രാജ്യത്തോട് കൂറില്ലാതെ ഭീകരവാദികൾക്ക് തലോടാൻ പോയി ഭീകരവാദികളെ വെളിയിൽ കൊണ്ടുവരാൻ ഭീകരവാദികളുമായി സഖ്യം ചേരുന്ന കെജ്രിവാളിനെതിരായിട്ടുള്ള നിലപാട്, അതിശക്തമായ നിലപാട് ഇന്ത്യൻ ജനങ്ങൾ സ്വീകരിക്കും, കോടതിയും സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ വാദം എത്രയാ, ഒരാൾക്ക് വേണ്ടി എത്ര കോടതിയിൽ നമ്പ്യാരെ ഒരാൾക്ക് വേണ്ടി ഒരു ജാമ്യക്കാരൻ ഹാജരാവാം. സോളിസിറ്റർ ജനറൽ ചോദിക്കില്ല, ഒരാൾക്ക് വേണ്ടി 3 പേര്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്രാവശ്യത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള സംഭവത്തിൽ ഒരാൾക്ക് വേണ്ടി എത്ര പേരാ വാദിച്ചത്? 3 പേര്. ആ 3 പേര് വാദിച്ചിട്ട് എന്തായി അവസാനം? കോടതി എന്താ പറഞ്ഞത്? അപ്പോൾ കോടതിക്ക് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. കോടതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കോടതി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് BJP അങ്ങനെയാണ്, BJP ഇങ്ങനെ, നിങ്ങൾ BJPക്കാരെ കുറിച്ച് എന്ത് വേണേൽ പറഞ്ഞു, പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് BJP അറിയാം.